നശിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. പ്ലീസ്, എന്നൊന്ന് തനിച്ചു വിട്. വയ്യ. എല്ലാവർക്കും സ്വന്തം കാര്യ വലുത്. എന്നോട് ഇതുവരെ കാണിച്ചതൊന്നും സ്നേഹമായിരുന്നില്ല. ഒക്കെ സ്വന്തം കാര്യ. എന്റെ അച്ഛനും ഏട്ടന്മാർക്കൊക്കെ എന്നോട് വെറുപ്പായിരുന്നു. എന്റെ ജനനം പോലും അവർക്ക് വേണ്ടായിരുന്നു. അതുപോലെ ബാലേട്ടനും. കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞത് ബാലേട്ടനല്ലേ? എന്നെ മോഹിപ്പിച്ചത് ബാലേട്ടനല്ലേ? ഇപ്പൊ പറിച്ചറിയാൻ എനിക്ക് മനസ്സില്ല. ഞാനത് ചെയ്യില്ല. ഞാൻ അമ്മയാണ് ബാലേട്ട. സോറി, എന്നോട് നീ ക്ഷമിക്കണം. എന്റെ സ്വാർത്ഥത കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. സത്യമായിട്ടും അതുകൊണ്ടല്ല. നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കരുത് ബാലേട്ട. ഒരിക്കലുമില്ല. அந்த பாலேந்திரன் வீடாதா போலே? அங்க இருக்கு, வாங்க காட்டுறேன். அக்கா அக்கா அக்கா, டேய் ആരാ വന്നിരിക്കുന്നു നോക്കി. അച്ഛാ, അച്ഛനെന്താ ഒന്ന് അറിയിക്കാതെ പോലും? നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അറിയിക്കാതെ വന്നത്. അതിപ്പോ എനിക്കൊരു സർപ്രൈസ് ആയി. വണ്ടി ഇറങ്ങി ഇവിടേക്ക് വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 110 രൂപ. 30 രൂപ വരില്ലേ? വരില്ല. അതല്ലേ എന്റെ സർപ്രൈസ്. ഇവിടെ എത്തിയിട്ടും അവൻ എന്നെ ഈ റോട്ടിൽ കൂടെ തെക്കും പടക്കും കുറയിട്ട് ഓടിച്ചു. ഓട്ടത്തിനിടയ്ക്ക് ഈ പെൺകുട്ടി കോലം വരച്ചോണ്ട് അവിടെ ഇരിക്കുന്നത് 3-4 തവണ കണ്ടപ്പോഴാ ഞാൻ അവനെ ചീത്ത വിളിച്ചു. സന്തോഷായി. എന്റെ മോളടുത്ത് എത്താൻ പറ്റിയല്ലോ. മോള് വണ്ണം വെച്ച് അല്പം ഉഷാറായിട്ടുണ്ട്. നിന്റെ കത്ത് കിട്ടിയപ്പോ എനിക്കവിടെ ഇരിക്കാൻ മനസ്സ് വന്നില്ലടാ. അതാ ഞാൻ കൊണ്ട് പോന്നേ. അരുന്ധതയുടെ അസുഖത്തെ കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു കേട്ടപ്പോ അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാ. അമ്മയും അമ്മായിയും രമണിയും എല്ലാവരും. എത്ര കാലം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുക. എനിക്കെല്ലാം തുറന്നു പറയാൻ ഒരാളേ ഉള്ളൂ, അച്ഛൻ. അച്ഛനെ അറിയിക്കണ്ടെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. എന്നെ അറിയിക്കണം എന്ന് നിനക്ക് തോന്നണം. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ ഞാൻ അച്ഛനും നീ മോനാവണം? ഒരു കുഞ്ഞ് വേണമെന്ന് ഞാൻ തന്നെ അച്ഛൻ ആഗ്രഹിച്ചത്. ഒരു കുഞ്ഞ് വന്നാൽ അവളുടെ സകല മനോവിഷമങ്ങളും തീരുമെന്ന് ഞാൻ കരുതി. ഇപ്പൊ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവളെ അറിഞ്ഞുകൊണ്ട് കൊല്ലുക. സത്യം എന്താണെന്ന് എനിക്ക് അവളോട് പറയാൻ കഴിയുന്നില്ല. ഞാൻ എന്താ അച്ഛാ ചെയ്യുക? എല്ലാറ്റിനും വഴിയുണ്ടാവും. നമുക്ക് അവളെ ചികിത്സിക്കാം. കുഞ്ഞിനെ അപകടപ്പെടുത്താതെ തന്നെ ചികിത്സിക്കാം. ഷാരടി പറഞ്ഞൊരു വൈദ്യനെ എനിക്ക് ഓർമ്മയില്ലേ? ആയുർവേദത്തിന്റെ പരമാചാര്യ എന്നയാൾ പറഞ്ഞപ്പോ അതൊരു വെറും വാക്കായിട്ടേ എടുത്തുള്ളൂ. എന്നാൽ അതല്ല. അനുഭവപ്പെട്ടിടത്തോളം അദ്ദേഹം ഒരു മഹാവൈദ്യൻ തന്നെ. ജീവിതകാലം മുഴുവൻ കൊണ്ടുവരുന്ന എന്റെ അസുഖം അദ്ദേഹത്തിന് വെറും നിസ്സാരം. അവിടെ വരുന്നവരെ നീ കാണണം. കാല് തളർന്നവര്, കൈ തളർന്നവര്, നട്ടലിനും തലയ്ക്കും ക്ഷതം പറ്റിയവര്, എന്തിന് വിദേശത്ത് വരെ ആൾക്കാർ അവിടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കാണണം. അദ്ദേഹം ഒരു വഴി പറഞ്ഞുതരും. പക്ഷേ ഇവിടെ നിന്നോണ്ട് ഈ പറഞ്ഞൊന്നും നടക്കില്ല. ഇവിടത്തെ ജോലി നീ അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് അവളെയും കൂടെ നാട്ടിലേക്ക് പോവാം. അവിടെ ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. ഭാഗം വെപ്പൊക്കെ വളരെ സമാധാനമായിട്ട് കഴിഞ്ഞു. ഏത് കാര്യത്തിനും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വേർത്ത് കുളിച്ച് ഓടി നടക്കുന്നതിൽ നല്ലത് അവനവന്റെ മണ്ണിൽ വല്ല കൃഷിയും ചെയ്ത് വേർക്കുന്നതല്ലേ. അസുഖം മാറാൻ മരുന്ന് മാത്രം പോരാ മോനെ, നല്ല അന്തരീക്ഷം വേണം.
ഈശ്വര, എന്റെ മോക്കൊന്നുമില്ലെന്ന് വൈദ്യര് പറയണേ. അവൾക്കൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അവൾക്കൊട്ട് അറിയൂല. ഇങ്ങനെ കൂടി ഇന്ന് സങ്കടപ്പെടാനാ ഭാവമെങ്കിൽ അവരെ ഞാൻ കൂടി കൊണ്ടുവന്നതിൽ എന്താ അർത്ഥം? എന്നാ പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് എല്ലാരും കൂടി അവളെ ചുറ്റും ഒരു കൈകൊട്ടിക്കളി തന്നെ നടത്തുക. ഒരു വിഷവും പുറത്ത് കാണിക്കാണ്ട് ബാലചന്ദ്രൻ നിൽക്കുന്നത് കാണുന്നില്ലേ നിങ്ങള്? ഈ ചികിത്സയൊക്കെ ഒരു സുഖപ്രസവത്തിലാണെന്ന് അവർക്ക് തോന്നാവൂ. മറിച്ചൊരു ചിന്ത വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെ മറഞ്ഞിരുന്ന കരഞ്ഞ് ആ കുട്ടിയുടെ മനസ്സ് ആരും വേദനിപ്പിക്കരുത്. ഏയ്, ഇതൊന്നും ഒരു അസുഖം എന്ന് പറയാൻ മാത്രമില്ല. ഈ തലവേദനയും തലചുറ്റലും പേടിയൊക്കെ ഒരു ചെറിയ ചികിത്സ കൊണ്ട് നമുക്ക് കണ്ട് കഴുകിക്കളയാം. മോൾക്ക് നല്ല മനോധൈര്യമുണ്ട്. ആ മനോധൈര്യം തന്നെയാ എന്റെ മരുന്നും. ലക്ഷണം കണ്ടിട്ട് തന്നെ പറയാന്ന് കൂട്ടിക്കോളൂ. നല്ല ആരോഗ്യവും ദീർഘായുസും ഉള്ളൊരു കുഞ്ഞിനെ മോള് ജന്മം കൊടുക്കും. ആ, അതുവരെ ഈ തലവേദന പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് ഈ വൃദ്ധനൊന്ന് നോക്കട്ടെ. അരുന്ധതിക്കൊരു മനസ്സുറപ്പ് കൊടുക്കാനാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ബാലചന്ദ്രൻ അതൊരു ലാഘവത്തോടെ കാണരുത്. മദ്രാസിലെ ഡോക്ടർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അരുന്ധതിയുടെ പ്രസവം കഴിയുന്നത് വരെ ഒരുപക്ഷെ ഈ അസുഖത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ പൂർണ്ണമായും മാറാൻ അദ്ദേഹം പറഞ്ഞതുപോലെ അവളെ ഡൽഹിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്നാണ് എന്റെയും അഭിപ്രായം. ഒരു കാര്യം തീർച്ചയാണ്, നിസ്സാരമായിട്ട് ആദ്യം തോന്നിയെങ്കിലും അരുന്ധതിയുടെ തലക്കേറ്റ ക്ഷതം വളരെ വലുതാണ്. അതൊരു മുറിവോ ചതവോ രക്തമുറഞ്ഞ കട്ടയാക്കുകയോ ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടി സൂക്ഷ്മമായി തലച്ചോറിനേൽപ്പിച്ച ആഘാതം വളരെ കനത്തതാണ്. അത് ഇങ്ങനെയാവാം എന്നൊക്കെ പറയാൻ കഴിയുന്നല്ലാതെ സ്പെസിഫിക് ആയത് കണ്ടുപിടിക്കാൻ വിദഗ്ധനായ ഒരു ന്യൂറോളജിസ്റ്റിനെ കഴിയൂ. നമുക്ക് അവളെ കൊണ്ടുപോകണം. പക്ഷേ നമുക്ക് അരുന്ധതിയെ മാത്രം രക്ഷിച്ചാൽ പോരാ, കുഞ്ഞിനെയും രക്ഷിക്കണം. താൻ ധൈര്യമായിട്ടിരിക്കെ. പ്രസവം കഴിയുന്നത് വരെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. പക്ഷേ പ്രസവം കഴിഞ്ഞാൽ അരുന്ധതിയോട് സത്യം തുറന്നു പറയണം. എന്നിട്ട് അധികം താമസിയാതെ അത് ഡൽഹിയിലേക്ക് കൊണ്ടുപോകണം. എല്ലാറ്റിനും മീതെ എല്ലാം അറിയാവുന്ന ഒരു മഹാവൈദ്യനെ എവിടെയോ ഇരുപ്പില്ലേ, അദ്ദേഹം നമ്മളെ സഹായിക്കാണ്ടിരിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്തേ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. ഈ ചെറിയൊരു തലവേദനയ്ക്ക് അവരെന്തിനാ ഇത്രയും വലിയൊരു സഭ കൂടുന്നത്? സഭ തലവേദനയുടെ അല്ല, പ്രസവത്തിന്റെയാ. വളരെ കാലത്തിന് ശേഷം തറവാട്ടിലൊരു പ്രസവം നടക്കാൻ പോവല്ലേ, അതൊരു ഉത്സവമാക്കാൻ തന്നെയാ അച്ഛന്റെ പുറപ്പാട്. ഇക്കണക്കിന് രമണി പ്രസവിക്കുമ്പോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? എന്തേ വയ്യേ? ഏയ്, എന്റെ കണ്ണിലേക്ക് എങ്ങനെ തുറച്ചു നോക്കി ആ വൈദ്യര് എത്ര നേരമായിരുന്നത്? തലയാകെ മരവിച്ചു പോയി. നിന്നെ അമ്മായി തിരക്കി. ഒഴിവാക്കി തരണമെങ്കിൽ അത് പറഞ്ഞ പോരെ. ഈ തറവാടിനകത്ത് 10 ദിവസം കാണാതായാലും എന്നെ തിരക്കുന്നൊരു സ്വഭാവം പണ്ടേ അമ്മയ്ക്കില്ല. ഇതൊക്കെ ഒരു പുളുവല്ലേ? ഡീഡി, കുറച്ച് പുത്തനും കൊണ്ട് ഒരുത്തം നിന്നെ കെട്ടാൻ വന്നിട്ടില്ലേ? നിന്റെ വേഷം കെട്ടൊക്കെ ഇനി ആളോട് മതി. മുത്തശ്ശി എന്നെയും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. മുത്തശ്ശി അങ്ങനെയാ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരഞ്ഞാ തീർക്കുക. ഇപ്പൊ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, രമണിക്ക് നല്ലൊരു കല്യാണാലോചന വന്നിരിക്കുന്നു, ഇതൊക്കെ നിന്റെ ഐശ്വര്യം കൊണ്ടാണെന്ന് പറഞ്ഞാ ഇപ്പൊ കരച്ചില്. നാളെ മുതല് നിനക്ക് പിഴിച്ചിലും ധാരയും നസിയും ഒക്കെ തുടങ്ങാൻ പോവുക. പിന്നെ പ്രസവം കഴിയുന്നവരെ നിന്നെ എനിക്ക് തൊടാൻ കിട്ടില്ല അത്രേ. അത് പറ്റില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഒരു നിമിഷം പോലും എനിക്ക് കാണാതിരിക്കാൻ വയ്യ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? ഒരാഗ്രഹം പറഞ്ഞോട്ടെ, എനിക്കൊന്ന് അമ്മയെ കാണണം തോന്നുന്നു.
പറഞ്ഞ് ഞാൻ തന്നെ മനസ്സ് മാറ്റാൻ നോക്കി, സാധിക്കുന്നില്ല. അമ്മയുടെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം കിടക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. വിഷമാവില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഒരു തെറ്റായി തോന്നില്ലെങ്കിൽ വീട് വരെ നമുക്കൊന്നു പൊയ്ക്കൂടെ? അല്ലെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട, അതെല്ലാവർക്കും ഒരു വിഷമാവും. നീ ആഗ്രഹിച്ചതല്ലേ